ഡൽഹിയിൽ വീണ്ടും വാടക ഗുണ്ടകളെ പിടികൂടി. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലാണ് രണ്ടുപേരെ ഏറ്റുമുട്ടലിനിടെ പിടികൂടിയത്. രാജസ്ഥാൻ സ്വദേശികളാണ് പിടിയിലായവർ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, എത്ര പേർ? ഇവർ നിരവധി കേസുകളിൽ പിടികളായിട്ടുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളാണോ? എന്താണ് ഇവരുടെ പശ്ചാത്തലം? അഭിലാഷ്, രണ്ടുപേരെയാണ് ഇന്നിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും പിന്നാലെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടുന്നതും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാടക ഗുണ്ടകൾ, വാടക കൊലയാളികൾ, ഇവർക്കെതിരെയുള്ള നടപടികൾ, ഇവരെ വേട്ടയാടുന്ന ഡൽഹി പോലീസ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 5-ലധികം ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചക്കിടയിൽ പിടിയിലായിട്ടുമുണ്ട്. ഇപ്പോൾ പിടിയിലായിട്ടുള്ളവർ രണ്ടുപേർ. ഒന്ന് ആകാശ് രാജ്പൂത്ത് എന്നാണ് പേര്, രണ്ടാമത്തേത് മഹിബാൽ. രണ്ടുപേരും രാജസ്ഥാൻ സ്വദേശികളാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടുന്ന കേസുകളിലാണ് ഈ രണ്ടുപേരും പ്രതിയായിട്ടുള്ളത്. അതിൽ തന്നെ ഈ ആകാശ് രാജ്പൂത്ത് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗോൾഡി ഇബ്രാർ എന്ന് പറയുന്ന അയാളുടെ ഗുണ്ടാ സംഘത്തിൽ അംഗമായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അയാൾ മറ്റ് ചില ഗുണ്ടാ സംഘങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും കാനഡയിൽ നിന്നും ഇന്ത്യയെ ലക്ഷ്യമാക്കി എല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളായിരുന്നു. അയാളിപ്പോൾ ഗോൾഡി ഇബ്രാർക്ക് വേണ്ടി കൂടി ജോലി ചെയ്യുകയാണെന്നുള്ള കണ്ടെത്തലാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. 2025-ലും 2022-ലും വലിയ തോതിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്ന കേസുകളിലെ പ്രതികളാണ് ഈ ആകാശ് രാജ്പൂട്ടും മഹിബാലും. മാത്രമല്ല, രാജസ്ഥാൻ പോലീസ് ഈ പ്രതികൾക്കെതിരെ, പ്രത്യേകിച്ചും ആകാശിനെതിരെ 20,000 രൂപ പിടികൂടുന്നവർക്ക് ഇനാമായിട്ടെല്ലാം തന്നെ, പ്രതിഫലമായിട്ടെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. മഹിബാലും ഈ ആകാശിനൊപ്പം കൂടെ ചേർന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോകും, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കേസുകളെല്ലാം തന്നെ പ്രതിയായിരുന്നു. എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള നിർദ്ദേശം ഈ ഡൽഹി പോലീസിനും ലഭിച്ചിരുന്നു. പ്രധാനമായിട്ടും ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഈ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. ഈ ഏറ്റുമുട്ടലിൽ ഇവർക്ക് രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചികിത്സയ്ക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും എന്നുള്ള കാര്യമാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും രണ്ടുപേരും വെടിയേറ്റതിനെ തുടർന്ന് വിവരങ്ങൾ നൽകിയത്.